ആയത്തുള്ള അൽ ഖമേനിയുടെ മരണം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സംഘികളും കാസ വിഭാഗവുമാണ് കേട്ടോ. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും അറിയാത്ത ചില ചാണക പൊട്ടന്മാർ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന ക്യാപ്സൂളും വിഴുങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനിയുടെ മരണം ആഘോഷിക്കുന്നതും ഈ ഓരോ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇടുന്നതും കേട്ട് കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെയൊന്നും ഈ നല്ല കുടുംബത്തിൽ ജനിച്ചതിന്റെ ഒരു ക്വാളിറ്റിയും ഇല്ല. ഈ അനന്തപുരി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു വേട്ടാവിളിന് ഒരു ചാണകത്തലയൻ ഇവൻ സാധാരണ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് RSSനെയും സംഘപരിവാറിനെതിരെ പറയുന്നവർ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരാണേലും കുഴപ്പമില്ല, ആ വീട്ടിലിരിക്കുന്നവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കാനാണ് ഈ തന്തയില്ല കഴിവറാമോന്റെ ഒരു പരിപാടി. ഇറാനിലെ പ്രസിഡന്റ് മരണപ്പെട്ടപ്പോഴത്തേക്ക് ഇറാനിലുള്ള ഒരു വിഭാഗം ആളുകൾ അവര് വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. അപ്പോൾ അവരാഘോഷിക്കുന്നു. എന്തിനാണ് കേരളത്തിലെ CPM കോൺഗ്രസും പിന്നെ സുഡാപ്പികളും ഒക്കെ ഈ പറയുന്ന ആളുടെ മരണത്തെ ഇത്രയധികം വിഷമിക്കുന്നത് എന്താണെന്നാണ് ഇവൻ ചോദിക്കുന്നത്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ജനുസിന് ജനിക്കണം. ആദ്യം നീ ഇന്ത്യ എന്താണെന്ന് അറിയണം, ഈ രാജ്യത്തിന്റെ ചരിത്രം എന്താണെന്ന് അറിയണം. അതറിയാൻ മേലാത്ത മരപ്പൊട്ടനായിട്ടുള്ള നിന്നോട് എന്താ പറയണ്ട. പിന്നെ ഇവൻ ആ ഒരു വീഡിയോയിൽ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കലാണ് ഇവിടുത്തെ സുഡാപ്പികൾ എന്നാണ് ഈ നാറിയുടെ പറച്ചിൽ. ഏതെങ്കിലും ഒരാള് ഈ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്നതോ പാകിസ്ഥാൻ അനുകൂലമായിട്ട് വരികയോ പോസ്റ്റ് ഇടുകയോ ചെയ്യുന്നത് എവിടെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞിട്ടുള്ള ഈ പരമനാറികളായിട്ടുള്ള പാകിസ്ഥാനികളെ എവിടെങ്കിലും പിടിച്ചതായിട്ട് ഏതെങ്കിലും ഒരു വാർത്തയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? രാജ്യം ഭരിക്കുന്നത് നമ്മുടെ BJP സർക്കാരാണ്. രാജ്യത്തെ പവർഫുൾ ആയിട്ടുള്ള സ്വയം സേവ സംഘകരുള്ള ഒരു രാജ്യം കൂടിയാണ്. ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഈ നാറികൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് ഈ പറയുന്ന സ്വയം സേവ സംഘകരെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ചാണക ഊളികളാണ്. അത് നിനക്കറിയാമല്ലെങ്കിൽ നിനക്ക് 2-3 പോസ്റ്റുകൾ ഞാനൊന്ന് വായിച്ചു തരാം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി, ഉത്തർപ്രദേശിൽ ഒരാൾ അറസ്റ്റിൽ. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി 3 ദിവസത്തിനിടെ അറസ്റ്റിലായത് 11 പേർ. പേരെല്ലാം നീ പറയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ. അല്ലാതെ അതിനകത്ത് ഒരു മുസൽമാൻ പോലും ഇല്ല എന്നുള്ളത് കൂടെ നീ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഖേദപ്രകടനം അംഗീകരിക്കില്ല, പ്രത്യാഘാതം നേരിടണം. കേണൽ സോഫിയ ഖുറൈഷിയെ അധിക്ഷേപിച്ച BJPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സുപ്രീം കോടതി. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ധീരയായിട്ടുള്ള ഒരു വനിത പാകിസ്ഥാനിന്റെ കേന്ദ്രത്തിൽ പോയി അവന്മാരുടെ മാളത്തിൽ പോയി അടിച്ചിട്ട് തിരിച്ചു വന്ന ആ ഒരു മിലിറ്ററി ഓഫീസറായിട്ടുള്ള സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചതും നീ ഈ പറയുന്ന സംഘി വേട്ടാവളിയൻ തന്നെയാണ് കേട്ടോ. ഇന്ത്യൻ നാവികസേനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി ഗുജറാത്ത് സ്വദേശി ഹിരേന്ദ്രകുമാർ അറസ്റ്റിൽ. എടാ, ഈ രാജ്യത്ത് ജനിച്ച ഒരു മുസൽമാൻ അവൻ പഠിച്ചിരിക്കുന്ന എന്താണെന്നോ, അവന്റെ ഏറ്റവും വലിയ പുണ്യ ഭൂമിയായിട്ടുള്ള സൗദി അറേബ്യ, ആ രാജ്യം പിറന്ന നാടിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അവർക്കെതിരെ പോരാടണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൽപ്പെട്ടിട്ടുള്ളവൻ. അപ്പൊ ഞങ്ങളുടെ രാജ്യസ്നേഹവും ഞങ്ങളുടെ ദേശീയസ്നേഹവും അളക്കാനായിട്ടുള്ള അളവുകോല് നിന്റേന്നല്ല, നിന്റെ പൂർവികന്മാരുടെ പോലുമില്ല. കാരണം അപ്പൊ നമുക്ക് ഈ വേട്ടാവളിയന്റെ ഈ ഒരു വീഡിയോ ഒന്ന് കാണാം. കാരണം ഇവന്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഇവന്റെ ആ ഒരു ആഹ്ലാദമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇറാഖിൽ ഖമൈനി എന്ന് പറയുന്ന ഒരു ഭീകരൻ കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യയിലാണ് പ്രകടനവും പ്രതിഷേധവുമെല്ലാം. ജയ്വിളിയും കാശ്മീരിൽ തൊട്ട് കേരളത്തിൽ ഒരു വമ്പൻ പ്രതിഷേധവും പ്രകടനവുമാണ്. അതിൽ കോൺഗ്രസ്സുകാർ ചോദിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ മൗനം എന്താണ്? എടാ, ആദ്യം ഈ ഖമൈനി ഇറാഖിലാണോ ഇറാനിലാണോ എന്നുള്ളത് നീ ഒന്ന് പഠിക്കും. ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഇറാഖിന്റെ അല്ല ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അൽ ഖമേനി. ഇതുപോലും അറിയാത്ത ചാണക പൊട്ടനായിട്ടുള്ള നീയൊക്കെ വന്നിരുന്നുണ്ട് ഇങ്ങനെ കൊണയടിക്കുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ പൊട്ടിച്ചിരിക്കടാ. ഒരു മിനിമം സംഖ്യയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിന്റെ ആ രൂപത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കി കേട്ടോ. ഇത്രയും ദുർബലമായ ഈ ഇന്ത്യ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് മോദിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ ഭരണാധികാരി ഖമൈനി കൊല്ലപ്പെട്ടപ്പോൾ ഈ രാജ്യത്തുള്ള ഇറാഖിലുള്ള അവിടെയുള്ള ജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങി അവരെ ഡാൻസ് കളിച്ച് ആഘോഷിക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട്. അതും കാണിച്ചു തരാം.
ഇത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അവിടുത്തെ ഭരണാധികാരിയായ അവിടുത്തെ വമ്പൻ വ്യക്തി എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ആള്, ഇല്ലെങ്കിൽ ഈ മരണപ്പെട്ട ആളിന് വേണ്ടി നിങ്ങളൊക്കെ ഇവിടെ വൻപൻ പ്രതിഷേധങ്ങൾ ചെയ്യുമ്പോൾ സ്വദേശികളായ അവർ ഈ ഖമേനിയുടെ മരണത്തെ സന്തോഷിച്ച് ആഹ്ലാദിക്കുകയാണ്. അതെന്തിനാണ്? അപ്പോൾ സ്വദേശിക്ക് പോലും അദ്ദേഹത്തിന് വേണ്ട. പക്ഷേ ഇവിടെയുള്ള കുറേ എണ്ണം തെരുവിലിറങ്ങി ഭയങ്കര പ്രശ്നം. ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു. പിന്നെ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ വമ്പൻ പ്രകടനങ്ങൾ നടത്തുന്നു. ഇതാരെ കാണിക്കാനാണ്? വോട്ടിന് വേണ്ടി അല്ലേ? സ്വന്തം ഇന്ത്യയെ ആക്രമിച്ചാൽ ആ ആക്രമിക്കുന്ന രാജ്യത്തിന് വേണ്ടി ജയ് വിളിക്കും. ഇന്ത്യയുടെ ആൾക്കാരാട്ടോ കൂടുതലും ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർ. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കും. ഇന്ത്യയെ കിടന്നിട്ടാ. ഇന്ത്യയെ അവർക്കെതിരെയുള്ള യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ തള്ളക്കി വിളിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ മലയാളികളുടെ പ്രബുദ്ധ കേരളത്തിലെ കാര്യങ്ങൾ. ഇവിടെ ഈവന്മാർ പകൽഗാമിൽ നടന്ന 28 പേരെ മൃഗീയമായി കൊലപ്പെടുത്തി, തുണിപൊക്കി നോക്കി മുസ്ലിം അല്ലാന്ന് കണ്ടുവരെ കൊലപ്പെടുത്തിയവരെയൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോഴൊന്നും ഇവന്മാരെ കുരുവൊന്നും പൊട്ടിയില്ലല്ലോ, ഇമാതിരി പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴും പാകിസ്ഥാനെ അല്ലേ ഇവരെ സപ്പോർട്ട് ചെയ്തത്? ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളും. എന്തിനാണ്? അതും കേരളത്തിലാട്ടോ. ഈ കേരളം വിട്ടൊരു സംസ്ഥാനത്തിൽ ഇമാതിരിയുള്ള ചട്ടത്തരമൊന്നും നടത്തൂല. ഇല്ല, ഈ കേരളത്തിൽ ഇന്ത്യക്കെതിരെ എങ്ങനെയൊക്കെ സമരം ചെയ്യാം അതെല്ലാം ചെയ്യും. ഇന്ത്യ കിടന്നിട്ടാണ്, ഇന്ത്യയുടെ മണ്ണിൽ കിടന്നിട്ടാണ്. ഇപ്പോൾ അമേരിക്ക ഇസ്രായേലും കൂടെ ഇറാനെതിരെ പ്രകടനം നടത്തി. അപ്പോഴും ഇസ്രായേലിലും ഇല്ല, അമേരിക്കയിലും ഇല്ല, പിന്നെ ഇറാഖിലും ഇല്ല. കേരളത്തിൽ കുറേ പേര് ഏറ്റവും നിലപ്പില്ലാതെ കിടന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. എന്നാൽ ഈ കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലുള്ള ഒരുപാട് വ്യക്തികളെ പാകിസ്ഥാൻ തീവ്രവാദികൾ ബംഗ്ലാദേശ് കണ്ടില്ലേ? ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവിടെയുള്ള ന്യൂനപക്ഷ സമുദായ ഹിന്ദുക്കളെയൊക്കെ ചുട്ടും കൊന്നും വെട്ടിയും കൊലപ്പെടുത്തിയും പച്ചയ്ക്ക് കെട്ടിത്തൂക്കി തീടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, വളരെ മൃഗീയമായി. അപ്പോഴും ഇവിടുത്തെ ചാനലുകാർ കണ്ടിട്ടില്ല, ഇവിടുത്തെ സുഡാപ്പികൾ കണ്ടിട്ടില്ല, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കണ്ടിട്ടില്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കണ്ടിട്ടില്ല. അതിനൊന്നും പ്രകടനവുമില്ല. ഏതെങ്കിലും തീവ്രവാദി എവിടെയെങ്കിലും മരണപ്പെട്ടാൽ ഇവന്മാർക്കാണ് കുരുപൊട്ടണത്. എന്നാൽ ആ സ്വദേശികളായി അവർ സന്തോഷിക്കണം, അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് ആഘോഷിക്കുകയാണ് അവിടെ. എന്ന് വെച്ചാൽ അറിയാമല്ലോ, അവിടെയുള്ള സ്ത്രീകൾക്കോ അവിടെയുള്ള ആൾക്കാർക്കൊന്നും സ്വാതന്ത്ര്യമില്ല. ഇയാൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നോണം. അവർക്കൊരു ഫ്രീഡമില്ല ജനങ്ങൾക്ക്. ഇദ്ദേഹം അടിച്ചമർത്തി, ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു തീവ്രവാദ വിഷങ്ങളും കുത്തിവെച്ച് അവരെ മനസ്സിൽ നിറച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തി അടിമക്കളെ പോലെ അവർ ജീവിച്ചു. ഇയാളെക്കാണ് ഒരു നിവൃത്തിയില്ലായിരുന്നു. ഇയാളെന്തിനാണ് പല സ്ഥലത്ത് നിന്ന് യുദ്ധം ചെയ്തിട്ട് പല രാജ്യങ്ങൾ ആക്രമിച്ചിട്ട് പോകുന്ന തീവ്രവാദികളെ ഒളിപ്പിക്കുകയും അവരെ സൂക്ഷിപ്പും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ഇവരെ ജോലി ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ചുമ്മാ അങ്ങോട്ട് കയറി ആക്രമിക്കില്ലല്ലോ അല്ലേ? കയറി ആക്രമിക്കൂ. അമേരിക്ക അവർക്കെതിരെ എന്തൊക്കെയോ വേലത്തനം കാണിച്ചപ്പോൾ അവർ കയറിയ പണി കൊടുത്തു. അതിനെയും കൊടുക്കും. ഇവിടെ കിടന്ന് കുറേ പേർക്ക് കുരു പൊട്ടുന്നുണ്ട്. അയ്യോ, ഇറാൻ ഇറങ്ങി ഒന്നും ചെയ്യില്ല, ഒരു ചുക്കും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അമേരിക്ക എന്ന് വെച്ചാൽ ആരാ? ഇസ്രായേൽ എന്നൊക്കെ ചാരാണ്. മര്യാദയ്ക്ക് ഇരുന്ന അതാത് രാജ്യങ്ങൾ അതിൻ്റെ രീതിക്ക് ഇരുന്നാൽ നല്ലത്. അതല്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് ഈ തീവ്രവാദം പുലർത്താമെന്ന് പറഞ്ഞ് കയറി ചൊറിയാൻ നടന്നാൽ ഇതുപോലെയുള്ള പണികൾ കിട്ടും. പക്ഷേ ആ പണി കിട്ടിയത് അവിടുത്തെ ജനങ്ങൾ, ആൾക്കാർ തന്നെ അവിടുത്തെ ജനങ്ങൾ സന്തോഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവിടെയുള്ള ഒരു പ്രകടനം നടത്തുന്നു. എന്നാൽ ഇന്ത്യയിലെ ഈ പകൽഗാമിലുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കളെയൊക്കെ കൊന്നൊതുക്കുന്നതൊന്നും ആരും കാണുന്നില്ല കേട്ടോ. പ്രബുദ്ധ കേരളത്തിലെ അതിബുദ്ധിമാന്മാരായ ആൾക്കാരാണ്. എന്തിനെന്നറിയോ? ഇവരും ചിന്തിച്ചു ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണോ? അല്ല, വോട്ടിന് വേണ്ടിയാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യുവമാർ കറക്റ്റ് സപ്പോർട്ട് ചെയ്യണമെന്നല്ല, നിങ്ങളുടെ വോട്ട് വേണം. അതിനുവേണ്ടി ചുമ്മയാണ് യുവമാർ ഈ കിടന്ന് കാണിക്കുന്ന പ്രകടനങ്ങൾ കേട്ടോ. എടാ വിവരം കെട്ട വിവരദോഷി ചാണകപ്പൊട്ട, ചരിത്രത്തിന്റെ ABCD പോലും അറിയാത്ത, ഈ യുദ്ധം നടന്നത് ഏത് രാജ്യത്താണെന്ന് പോലും അറിയാത്ത, ഇറാഖിൽ കൊല്ലപ്പെട്ടു, ഇറാഖിൽ ആഘോഷിക്കുന്നു, മറ്റത് തേങ്ങാക്കൊല എന്ന് പറയുന്ന നിനപ്പോലുള്ള പരമ ഊളകളുണ്ടല്ലോ. സത്യത്തിൽ സംഘികൾക്ക് പോലും മാനക്കേടാടാ നീയൊക്കെ. പിന്നെ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിച്ചു. പാകിസ്ഥാന് വേണ്ടി ജയ് വിളിച്ചവരെയൊക്കെ ലിസ്റ്റ് ഞാൻ ഒന്നൊന്നായിട്ട് നിനക്ക് അങ്ങോട്ട് കാണിച്ചു തന്നായിരുന്നല്ലോ. പെഹൽഗാമില് മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരികളുടെ ആ ഘാതകരെ ഇന്ന് വരെ പിടിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? നീ എവിടെയെങ്കിലും ആ ഒരു വാർത്ത നീ കേട്ടോ? നീ കേട്ടിട്ടില്ല. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ മരിക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വയ്ക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. കേരളത്തിലുള്ളവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മൂള നല്ല രീതിയിലുണ്ട്. പക്ഷെ നീ കേരളത്തിൽ ജനിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമായിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. മണിപ്പൂർ എന്ന് പറഞ്ഞ പ്രദേശം ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ളത് തന്നെയാണ്. സ്ത്രീകളെ നഗ്നമാക്കി നടത്തി അവരുടെ പ്രൈവറ്റ് പാർട്സ് മുറിച്ചെടുത്ത് ക്രൂരമായി പൈശാചികമായി കൊലപ്പെടുത്തിയ ഒരേ ഒരു രാജ്യം ഉണ്ടെങ്കിൽ എന്റെ രാജ്യം. പക്ഷെ ആ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയും. സംഘപരിവാറാണ് നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിച്ചു. 14 നിമിഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഓരോ കണക്കുകളും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഈ രാജ്യത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ അഴിഞ്ഞാടുന്ന മത തീവ്രവാദികളായിട്ടുള്ള ഈ നാറുകൾക്ക് ലൈസൻസ് കൊടുത്തിട്ട് അവര് കൊന്നു തള്ളിയിട്ടുള്ളതിന്റെ കണക്ക് നിന്റെ മുന്നിലിരിക്കുന്ന ഗൂഗിൾ എടുത്ത് നീ സെർച്ച് ചെയ്താൽ
നിനക്ക് കിട്ടും. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കൊലപ്പെടുത്തിയതാട്ടോ, ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്നതാട്ടോ നിനക്ക് എവിടെങ്കിലും ഒരു വാർത്ത കാണിച്ചു തരാൻ പറ്റും? ചുമ്മാ ഇരുന്നുകൊണ്ട് വിവരക്കേടും വിഡ്ഢിത്തരവും വിളിച്ച് പറയുന്ന ഇതുപോലുള്ള ഊളകൾ സത്യത്തിൽ നമ്മുടെ മലയാളികൾക്ക് തന്നെ മാനക്കേടാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലുള്ള പൊട്ടന്മാർക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കുക തന്നെ ചെയ്യണം. അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുമെന്നറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.